ഡൽഹിയിലേക്കൊന്ന് പോകണം. അവിടെ കനത്ത മൂടൽമഞ്ഞാണ്. നോയിഡയിൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്ന് അവധി കൊടുത്തിരിക്കുക. വായുമലിനീകരണം ഏറ്റവും മോശം വിഭാഗത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ആളുകൾ ദൂരപരിധിയൊക്കെ തന്നെ വളരെ കൂടുതലായി മാറി. ആർ അച്യുതൻ ഈ മഞ്ഞു വീഴുന്ന തണുത്ത് വിറച്ച് കോച്ചുന്ന തണുപ്പിൽ ഇങ്ങനെ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. അച്യുതൻ, ഇറങ്ങല്ലേ അച്യുത എന്ന് പ്രേക്ഷകരെ കൊണ്ട് പറയിക്കരുത്. എങ്ങനെയുണ്ട് തണുപ്പ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്. ഡൽഹി അതിശൈത്യത്തിന്റെ പിടിയിലാണെന്ന് പറയുന്നത് ദൃശ്യങ്ങളെ കാണാൻ ഞാൻ നിൽക്കുന്നത് ഇന്ത്യ ഗേറ്റിന്റെ തൊട്ട് മുൻപിലാണ്. അതായത് 50 മീറ്റർ പോലും ദൃശ്യപരിധി ഇല്ല എന്നുള്ളതാണ്. അത്രയ്ക്ക് മൂടൽ മഞ്ഞ് ഡൽഹിയിലെ പലയിടത്തും ശക്തമായി തുടരുകയാണ്. ഒപ്പം തന്നെ കടുത്ത ശൈത്യതരംഗമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡൽഹിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ താപനില 6 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ്. ഒപ്പം വായു ഗുണനിലവാരവും മോശം വിഭാഗത്തിലേക്ക് കടന്നിട്ടുണ്ട്. അതായത് 340 മുകളിലാണ് പലയിടത്തും ഈ മലിനീകരണ സൂചിക ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കനത്ത മൂടൽമഞ്ഞ് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ 8 വരെയുള്ള ക്ലാസുകൾക്ക് നോയിഡയിലെ 8 വരെയുള്ള ക്ലാസുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഈ ശൈത്യകാലത്തിലേക്ക് കടക്കുമ്പോൾ ഡൽഹിയിൽ അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്കൂളിന്റെയൊക്കെ പ്രവർത്തന സമയക്രമം അതിലൊക്കെ മാറ്റം വരുത്തും. അതായത് ഒന്നുകിൽ 9:30 മുതൽ 4 മണി വരെ ഒക്കെ ആയിരിക്കും ആ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തുക. ഇത് മറ്റൊരു കാര്യമെന്നുള്ളത്, ഈ മരം കൊച്ചുന്ന തണുപ്പിലും നിരവധി പേർ ഈ തെരുവിൽ റോഡുകളുടെ അരികിൽ കിടന്നുറങ്ങുന്ന നിരവധി പേരുണ്ട്. അവരുടെയൊക്കെ അവസ്ഥയാണ് ഈ ഘട്ടത്തിൽ ദയനീയകരമായിട്ടുള്ളത്. ഇവിടെ ഷെൽട്ടറുകൾ ഒക്കെ പലയിടത്തും ഇവർക്കായി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ കൂടിയും ഇത്രയും, അതായത് കൂടുതൽ ആളുകളെ പാർപ്പിക്കാനുള്ള സൗകര്യം ഡൽഹിയിൽ ഇല്ല എന്നുള്ളതും ഈ ഒരു കാലാവസ്ഥയിലൂടെ, ഈ മൂടൽമഞ്ഞിലൂടെ ഡൽഹി കടന്നു പോകുമ്പോൾ കാണുന്ന ചില നേർചിത്രങ്ങൾ കൂടിയാണ്. എന്തായാലും അത്രയ്ക്ക് അതിശൈത്യമാണ് ഡൽഹിയിൽ ഉള്ളത്. നിലവിൽ ഞാൻ ഈ നിൽക്കുന്ന ഇന്ത്യ ഗേറ്റിന്റെ മുൻപിലാണ്. ഇവിടെയും ദൃശ്യപരിധി വളരെ കുറവാണ്. ഈ വിമാനങ്ങളുടെ പ്രവർത്തനത്തെ കൂടി ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് മാറുമെന്നതിൽ സംശയമില്ല. ഇന്നലെയും ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലെ അധികൃതർ ചില അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അതായത് യാത്രക്കാർ അവരുടെ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് അവരുടെ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട ഫ്ലൈറ്റിന്റെ സമയമടക്കമുള്ളത് പരിശോധിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും അത്തരം നിർദ്ദേശങ്ങൾ ഒരു ഭാഗത്തുണ്ടാവുന്നു. മറ്റൊന്ന്, നിരത്തുകളിൽ വാഹനങ്ങൾ ഓടിക്കുന്നതിനും ചില നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഫോഗ് ലാമ്പുകൾ ഉപയോഗിക്കുക, അമിത വേഗത ഉപയോഗിക്കരുതെന്നുള്ളതും നൽകിയിട്ടുണ്ട്. എന്തായാലും കർശന നിർദ്ദേശങ്ങളും ഒരു ഭാഗത്തുണ്ട്. അതിനോടൊപ്പം ഡൽഹി അതിശൈത്യത്തിന്റെ പിടിയിലാണ്. സ്കെയിൽ ഓക്കെ, താങ്ക് യു ആർ അച്യുതൻ ഡൽഹിയിൽ നിന്നാണ് ചേർന്നത്. കാരണം നമുക്ക് 6 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞാൽ മലയാളികൾക്ക് അത്ര അങ്ങോട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്ന തണുപ്പല്ല കേട്ടോ. അത് വളരെ അതിശൈത്യമാണ് ഡൽഹി. മാത്രമല്ല, വണ്ടി ഓടിക്കുന്ന ആളുകളൊക്കെ വളരെ ശ്രദ്ധിക്കട്ടെ. ദൂരപരിധിയൊക്കെ വളരെ അടുത്ത് പോലും സഞ്ചരിക്കുന്ന ഒരു വാഹനം കാണാൻ പറ്റാത്ത രീതിയിലുള്ള ദൂരപരിധിയാണ് ഇപ്പോൾ അവിടെ ദൃശ്യമാക്കാത്തത്. അപ്പോൾ ഡൽഹി എന്ന നമ്മുടെ ഇന്ദ്രപ്രസ്ഥം മഹാനഗരം മഞ്ഞിൽ പുതഞ്ഞ് കിടക്കുകയാണ്. ഒരു കമ്പളം പോലെ മഞ്ഞിൽ അമർന്ന് കിടക്കുന്നു മഹാനഗരമായ ഡൽഹി. അതിനിടയിൽ പാഞ്ഞു പോകുന്ന മനുഷ്യരുടെ തണുപ്പും അതിശൈത്യവും നമുക്ക് വിവരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ.